കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ ഒരു പ്രകാശനം തന്ന ഒരു വചനഭാഗം, പഴയ നിയമഭാഗത്തിൽ നിന്നാണ് പ്രകാശനം തന്ന ഒരു വചനഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. രൂത്തിന്റെ ചരിത്ര പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. രൂത്തിന്റെ ചരിത്ര പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകി തരുമാറാകട്ടെ. വചനം അതിശക്തിയോടുകൂടി വ്യക്തമായി സംസാരിച്ച് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ വചനത്തിന്റെ ശ്രേഷ്ഠതയ്ക്കകത്ത് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇവിടെ ബോവസിന്റെ വയലിനകത്തിൽ നിലനിൽക്കുന്ന രൂത്തിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ രൂത്ത് ഈ വയലിൽ ഇപ്പോൾ കാല പെറുക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിനൊക്കെ തൊട്ട് മുമ്പ് പുറമോട്ടൊക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ മേൽ അനുഭവിച്ചത് വല്ലാത്ത ഒരു വേദനയുടെ ചരിത്രമാണ്. കണ്ണുനീര് വല്ലാതെ കുടിച്ച ഒരു സഹോദരിയാണ് ഈ രൂത്ത് എന്ന് പറയുന്നത്. നാം അനുഭവിച്ച സാഹചര്യങ്ങളൊന്നുമല്ല. വീട്ടിലേക്ക് അനുഭവിച്ച വേദനയും അതിൻ്റെ കനമൊക്കെ വല്ലാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് ക്ഷാമം കാരണം നേരെ മോവാബിലേക്ക് കടന്നുപോയ ഒരു കുടുംബം. അവർ കടന്നുപോയപ്പോൾ 4 പേരുണ്ടായിരുന്നു. പിന്നീട് ആ ആൺകുഞ്ഞുങ്ങൾ 2 പേരും 2 മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. നവോമി അവിടെ എല്ലാ കാര്യങ്ങൾക്കും നിശബ്ദ സാക്ഷിയായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വേഗത്തിൽ 3 മരണങ്ങൾ ആ ഭവനത്തിൽ കടന്നു വന്നു. 3 വിധവകൾ ആ ഭവനത്തിൽ ഉണ്ടായി വന്നു. ആമേൻ. ഇനി മുമ്പോട്ട് ഒരു ചുവട് വെക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം മുമ്പിൽ ഉളവായപ്പോൾ ഈ നവോമി 2 മരുമക്കളെയും വിളിച്ചു ചേർത്ത് നിർത്തി, ഇടത്തും വലത്തുമായി നിർത്തിയിട്ട് അവരോട് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാം. വല്ലാത്ത ഒരു വേദനയ്ക്കകത്തിൽ നിന്നാണ് ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എനിക്കിനിയും ഒരു മക്കളുണ്ടായി, നിങ്ങളെ വിവാഹം കഴിക്കുന്ന, അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്തിലെ വേദന എത്രത്തോളം ആണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് ഓർപ്പ ആ നവോമിയെ വിട്ട് പിരിഞ്ഞു പോവുകയും അടുത്തത് 1-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ശക്തമായ രൂത്തിന്റെ തീരുമാനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിയുവാൻ, നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. കാരണം കുറച്ചു നാൾ മാത്രമാണ് ഞാൻ ഈ യഹൂദ കുടുംബത്തിന്റെ ആ പാരമ്പര്യത്തിനകത്തിൽ നിന്നിട്ടുള്ളൂ. ആ കുറച്ച് കാലഘട്ടം കൊണ്ട് എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയും. യഹോവ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കുടുംബവും നിങ്ങൾ സേവിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും സേവിച്ചിരുന്ന ആ ദൈവത്തെ വിട്ടിട്ട് എനിക്ക് മാറിപ്പോകാൻ കഴിയത്തില്ല. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു ഓർപ്പയും ഉണ്ടായിരുന്നത്. അവൾ അമ്മായിയമ്മയെ അവസാനമായി ചുംബിച്ചിട്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു കുടുംബത്തിനകത്തിലെ 2 മരുമക്കൾ, അതിൽ ഒരാൾ അമ്മയെ ചുംബിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. 2-ാമത്തെ മകൾ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് വിളിച്ചു പറയുന്നു, നിന്റെ ദൈവം അത് യഥാർത്ഥ ദൈവമാണ്. ആ ദൈവത്തെ വിട്ട് ഞാൻ പിരിഞ്ഞു പോകത്തില്ല. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ഈ തീരുമാനം അവൾ പറയുന്നത്
ഇവരുടെ കൂടെ നടന്ന ആ കൊച്ചു സമയങ്ങൾ, കുറച്ച് സമയങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചില നാളുകൾ മാത്രം മരുമകളായി പാർത്ത ആ സമയത്ത് കിട്ടിയ അനുഭവത്തിനകത്തിൽ നിന്നുകൊണ്ടാണ് ഇവൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നമ്മളുടെ ജീവിതം സാക്ഷിയായിട്ട് ഒരു വ്യക്തിത്വം ദൈവത്തെ എത്രത്തോളം ഈ നാളുകളിൽ രുചിച്ചറിയുന്നുണ്ട്, എത്രത്തോളം ആ ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് വരച്ച് കാണിക്കാൻ കഴിയുന്നുണ്ട്. രൂത്തിത വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ജനം എൻ്റെ ജനം, അതിനൊക്കെ അപ്പുറത്ത് നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ ശ്രദ്ധിക്കണേ, ഈ വീട്ടിനകത്തിൽ അവൾ പറയുകയാണ്. ആരോട് പറയുന്നു? തൻ്റെ അമ്മായിയമ്മയോട് പറയുന്നു. നഷ്ടം സംഭവിച്ചു, അമ്മായിയപ്പൻ നഷ്ടപ്പെട്ടു പോയി, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകും അറിയത്തില്ല. ഈ വിധവയാകുന്ന നവോമി എന്നെ എത്രത്തോളം കരുതും അറിയത്തില്ല. എല്ലാം ചോദ്യചിഹ്നമാ. നവോമിക്ക് തന്നെ സകലതും ചോദ്യചിഹ്നമായതുകൊണ്ടാണ് ഈ മരുമക്കളോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിട്ടു പൊക്കോ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു പൊക്കോ, നിങ്ങൾ തിരികെ പൊക്കോ എന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ ശൂന്യതയുടെ നടുവിലും ഈ നവോമിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആ രൂത്തിനെ നമുക്കിവിടെ വ്യക്തമായി കാണുകയാണ്. അങ്ങനെ വ്യക്തമായി കാണുന്ന ആ രൂത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്ന ആ വീട്ടിനകത്തിൽ അവൾ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ ദൈവം പോലും അംഗീകരിക്കുകയാണ്. കാരണം ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 23:3 പറയുന്നു, 10ാം തലമുറ പോലും മോവാബ്യരിൽ നിന്ന് ദൈവസന്നിധിയിലേക്കോ ദൈവാലയത്തിനകത്തിലേക്കോ പ്രവേശിക്കാൻ പാടില്ലാത്തമായ നിയമത്തിന്റെ ഒരു വലിയ അജണ്ട തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുക 3ാം വാക്യത്തിൽ. ആമേൻ. ഇനി ശ്രദ്ധിക്കണം, 10ാം തലമുറ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ പാടില്ലാത്ത മോവാബ്യർ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ജനം മുമ്പോട്ട് കടന്നു വന്നപ്പോ അവരോട് ചോദിച്ചു, ഞങ്ങൾ നിന്റെ ദേശത്തൂടെ കടന്നു പൊക്കോട്ടെ. സമ്മതിച്ചില്ല. ഞങ്ങൾ നിന്റെ വീട്ടിനകത്തിലെ വെള്ളം എടുക്കത്തില്ല, മുന്തിരിപ്പഴത്തിന്റെ ഫലം തൊടത്തില്ല, നിന്റെ വസ്തുവകയിൽ ഞങ്ങൾ തൊടില്ല, അവിടെ നിലത്ത് വീണ് എന്തെങ്കിലും കിടന്നാൽ പോലും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങൾ ആ വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് ഞങ്ങൾ പണം വരെ തരാം എന്ന നിലയിൽ ഒരു യാചനയുടെ സ്വരത്തിൽ പോലും ദൈവത്തിന്റെ ജനം ആ മോവാബ്യരോട് സംസാരിച്ചിട്ടും അവരുടെ രാജ്യത്തുകൂടെ അങ്ങോട്ടൊന്ന് കയറിപ്പോകാൻ അനുവദിക്കാതെ, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് കയറിയാൽ നിങ്ങളെ ഞങ്ങൾ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും എന്ന നിലയിൽ ധാർഷ്ട്യത്തോടെ സംസാരിച്ച മോവാബ്യ ഒരു കുലം, ആ കുലത്തിന് വിരോധമായി ദൈവം പറഞ്ഞു വെക്കുകയാണ്, അതിൽ നിന്ന് ഒരെണ്ണം പോലും ദേവാലയത്തിലേക്കോ ദൈവ സാന്നിധ്യത്തിലേക്കോ പ്രവേശിക്കരുത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ മോവാബ്യ സ്ത്രീയാകുന്ന രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് അവൾ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ ഉയർത്തി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ 10ാം തലമുറ പോലും കയറരുത് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ശാപം അവൾ അവിടെ പൊട്ടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രി കർത്തൻ തന്ന ചിന്തയ്ക്കകത്ത് നിന്ന് വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലകളിൽ, ഏതെങ്കിലും ഭാരങ്ങൾ, ഏതെങ്കിലും പ്രതിസന്ധി നിന്റെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ അലട്ടുന്നുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം അത് നിന്നെ വ്യത്യസ്തമായ നിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ ഈ രാത്രിയിൽ വ്യക്തമായി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചു പറയണേ, കർത്താവേ, അങ്ങന്റെ ദൈവമാണ്, അതുകൊണ്ട് ഒരു ശാപവും ഇനിമേൽ എന്റെ മേൽ ഏൽക്കത്തില്ല. ഞാൻ മുമ്പോട്ട് കടന്നു പോകുന്ന വഴിത്താരകളിൽ പലപ്പോഴും ജയിക്കുവാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നു. ഒന്ന് കാലുറച്ച് നിലനിൽക്കാൻ വേണ്ടി വേഗത്തിൽ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്നു. കഴിയുന്നത്ര നിലയിൽ ഞാൻ അധ്വാനിക്കുകയാണ്. എന്നാൽ ആ അധ്വാനത്തിനനുസരിച്ചൊരു ഫലം ലഭിക്കാതെ കിട്ടുന്ന നന്മകൾ പലതും ചോർന്നു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ, അത് നിലനിൽക്കുവാൻ കഴിയാതെ ശൂന്യമായി പോകുന്ന അവസ്ഥകൾ, പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നാൾ അധ്വാനിച്ചിട്ടും ഒന്നും നീക്കി വെക്കുവാൻ ഇല്ലാത്തതുപോലെ നിലനിൽക്കുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ള ഭാരത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ വിളിച്ചു പറയുകയാണ്, ഇന്ന്
ആ ദൈവത്തിന്റെ കടാക്ഷം നിന്റെ ഭവനത്തിനകത്തിൽ അധികാരത്തോടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. എടുക്കുന്ന തീരുമാനത്തിനകത്ത് വിളിച്ചു പറ, കർത്താവേ, അങ്ങയെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഇനി മാറി പോകത്തില്ല. എന്റെ ചിന്തകൾ കൊണ്ടോ നിരൂപണങ്ങൾ കൊണ്ടോ കൊടുക്കൽ വാങ്ങലിലോ സംസാരത്തിലോ കർത്താവേ, അങ്ങയ്ക്ക് വേദന ഉണ്ടാകുന്ന ഒരു വാക്ക് പോലും എന്നിൽ നിന്ന് പുറത്തു വരികയില്ല എന്ന നിലയിലേക്കൊന്ന് സംസാരിച്ചു തുടങ്ങിക്കേ. കർത്താവിന്റെ പ്രവൃത്തി അധികം ശ്രേഷ്ഠതയേറിയ നിലയിൽ കുടുംബത്തിനകത്തിൽ അധികാരത്തോടെ അത് വെളിപ്പെട്ടു വരും. അത് തലമുറയുടെ ഭാവിയെ പോലും സ്പർശിക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവളെടുത്ത ഒരു തീരുമാനം ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ നടുവിൽ നവോമിയോട് വിളിച്ചു പറയുകയാണ്, നീ എവിടെ പോകുന്നോ അവിടേക്ക് ഞാനും വരികയാണ്. നീ എവിടെ പാർക്കുന്നോ അവിടേക്ക് ഞാനും പാർക്കാൻ വേണ്ടി കടന്നു വരികയാ. നീ ഏത് ദേശത്ത് നിന്ന് ഏത് ദൈവത്തെ വിളിക്കുന്നോ ആ ദൈവം ഇന്നു മുതൽ അത് എന്റെയും ദൈവമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുകയാണ്. ഇനിയും ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ജാതീയ ആരാധനയ്ക്കകത്ത് നിന്നിരുന്ന സ്ത്രീ ഇപ്പോൾ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ആ വ്യക്തിത്വം കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ ആ ഭവനത്തിനകത്ത് നിന്നുകൊണ്ട് അവളോടൊരു സാക്ഷ്യം പറയുകയാണ്. നിന്റെ ദൈവം ആരാണോ ആ ദൈവം എന്റെയും ദൈവമാണ് എന്ന്. ഹല്ലേലൂയ. റോമർ 10 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ അപ്പോസ്തലനാകുന്ന പൗലോസിൽ കൂടെ വ്യക്തമാക്കുന്നു, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിച്ച യേശു രക്ഷിതാവാണ് എന്ന്, ആ രക്ഷിതാവ് എന്റെ എല്ലാമാണ് എന്ന് ഞാൻ വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കേ. 10ാം തലമുറ വരെ ഹല്ലേലൂയ ആലയത്തിലോ ദൈവസാന്നിധ്യത്തിലോ പ്രവേശിക്കരുതെന്ന് പറഞ്ഞതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സഹോദരി വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ ഞാൻ ഹല്ലേലൂയ നിന്റെ ദൈവത്തെയാണ് സേവിക്കാൻ പോകുന്നത്. നിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവളിൽ നിലനിൽക്കുന്ന സകല ശാപങ്ങളും മരണകരമാകുന്ന വിഷയങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം അവിടെ നിന്ന് പൊളിഞ്ഞു മാറുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് അവർ മുമ്പോട്ട് കടന്നു വന്നു, ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. വല്ലാത്ത ശൂന്യതയ്ക്കകത്ത് വട്ടപൂജ്യത്തിനകത്തിലാണ് ഹല്ലേലൂയ അവൾ തിരികെ വന്ന് കയറുന്നത്. തിരികെ വന്ന് കയറിയപ്പോൾ ഹല്ലേലൂയ ഇനിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നോട് കർത്താവ് ആലോചനയായി പറഞ്ഞ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് അവർ മടങ്ങിയെത്തി അവരെ സംബോധന ചെയ്യുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൾ പറയുന്നു, ഞാൻ ഒഴിഞ്ഞവളായിട്ടാണ് വന്നത്, ഞാൻ അത്യന്തം കയ്പായതെന്റെ ജീവിതത്തിന്റെ മേൽ അനുഭവിച്ചു എന്ന് നവോമി സാക്ഷ്യം പറയുന്നത് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം ഹല്ലേലൂയ അടുത്ത പ്രഭാതത്തിലേക്ക് എത്തുമ്പോ ഹല്ലേലൂയ രൂത്ത് പറയുകയാണ്, ഞാൻ അടുത്ത ഏതെങ്കിലും ഒക്കെ വയലിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. 1ാമത്തെ ഭാഗം ശൂന്യതയ്ക്കകത്ത് നിലനിൽക്കുകയാണ്. ബേത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ വന്നു, അപ്പത്തിന്റെ നാട്ടിലേക്ക് കടന്നു വന്നു. എന്നാലും ഈ കുടുംബം ഒരു ശൂന്യതയ്ക്കകത്ത് നിലനിൽക്കുകയാണ്. ഈ ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്ന 1ാമത്തെ കാലഘട്ടം. ഇനി അടുത്തത് ഹല്ലേലൂയ അവൾ പറയുക, ഞാനൊരു വയൽ അന്വേഷിച്ചു പോകുകയാണ്. ഹല്ലേലൂയ. വയൽ അന്വേഷിച്ച് അവൾ കടന്നു പോവുകയാണ്. വയലിൽ ഒത്തിരി കാര്യാദികൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. വയൽ നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ 1 ആത്മീകമാണ്, 2 ജോലിപരമായ കാര്യമാണ്, 3 ആഹാരം സംബന്ധിച്ച വിഷയമാണ്. അപ്പോ ഇവൾ പറയുകയാണ്, ഞാനൊരു വയല് അന്വേഷിച്ച് കയറിപ്പോകുകയാണ്. അങ്ങനെ ശൂന്യതയ്ക്കകത്തിൽ നിന്ന് ഇവൾ നോക്കിക്കേ നേരെ ഒരു വയൽ അന്വേഷിച്ചു പോകുന്നു. 2ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവൾ ഒരു വയലിലെത്തി. ഭാഗ്യവശാൽ വചനം പറയുന്നു, ഭാഗ്യവശാൽ അവൾ ചെന്ന് കയറുന്നത് ബോവസിന്റെ വയലിലാണ്. ഹല്ലേലൂയ. അവിടെ ഭാഗ്യവശാൽ എന്ന് പറയുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കണം, അതിനകത്തിൽ ഒരു ദൈവിക തീരുമാനമുണ്ട്, ദൈവിക പദ്ധതിയുണ്ട്. ദൈവം നടത്തിയത് കൊണ്ട് തന്നെയാണ് അവൾ ആ ബോവസിന്റെ വയലിൽ തന്നെ ചെന്ന് കയറുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഹല്ലേലൂയ ഈ പെറുക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അവൾ കാല പുറക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ബോവസ് എൻ്റർ ചെയ്യുന്നത്. ബോവസ് വന്ന് നിൽക്കുകയും അപ്പോൾ തന്നെ ബോവസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിദേശിയെ അവിടെ കാണുകയാണ്. സാധാരണ യഹൂദന്റെ വസ്ത്രധാരണ അല്ല, ഇത് വ്യത്യസ്തമായതൊന്ന്. അല്ലെങ്കിൽ ഒരു വിദേശ വനിത ഇതാ വന്ന് തന്റെ വയലിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായി. ആ ചോദ്യം ഉണ്ടായപ്പോൾ തന്നെ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ ഇത് നവോമിയോട് കൂടെ വന്ന വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. അപ്പോൾ
അപ്പോൾ തന്നെ അവൾ എടുത്ത തീരുമാനം, അവൾ എങ്ങനെയാണ് ഈ ദേശത്ത് വന്നത് എന്നുള്ള സകല കാര്യാദികളും അവരവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ എടുക്കുന്ന തീരുമാനം ഹല്ലേലൂയ അത് പ്രസിദ്ധമാകാൻ പോകുകയാണ്. പ്രസിദ്ധമാകുക മാത്രമല്ല, ആ കാരണത്താൽ നീ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുന്നു എന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ നടുവിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാൻ ഇടയാകട്ടെ. ദൈവിക സാന്നിധ്യവും ദൈവിക പരിപാലനവും അത് ചെറുതല്ല. ആ എടുക്കുന്ന തീരുമാനത്തിനകത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നു എങ്കിൽ ദൈവിക സംരക്ഷണം അധികം ശ്രേഷ്ഠതയോടെ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഹല്ലേലൂയ, ആ വയലിൽ അവൾ ഒരു പരദേശിയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ബോവസ് വന്ന് അവളെ പരിചയപ്പെടുന്ന ആ നിമിഷം മുതൽ അവളുടെ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കുകയാണ്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്നത് എട്ടാമത്തെ വാക്യത്തിലും 15-16 വാക്യങ്ങളിലുമാണ്. 8ാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അവളെ വിളിക്കുകയാണ് മകളെ. ഹല്ലേലൂയ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അടുത്തത് പറയുന്നു, പെറുക്കാൻ നീ വേറൊരു വയലിൽ പോകണ്ട. ഇന്നു മുതൽ നീ പെറുക്കുവാൻ വേണ്ടി മറ്റൊരു വയൽ അന്വേഷിക്കണ്ട. ഇവിടം വിട്ട് നീ പോകുകയും വേണ്ട. ഇവിടെ നിനക്ക് വേണ്ടുന്ന സകല കാര്യാദികളും തന്നുകൊള്ളാം. എന്നിട്ടാണ് പറയുകയാണ്, ഹല്ലേലൂയ, ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. അവൻ കൊയ്യുന്ന നിലത്തിൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ, ഇവിടെ പല കാര്യാദികളാണ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. 16ാം വാക്യത്തിൽ 1:16 അവൾ തീരുമാനമെടുക്കുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ എവിടെ മരിക്കുന്നു അവിടെ തന്നെ ഞാനും മരിക്കും. അതായത് ഇനി കഷ്ടതയാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണോ നവോമിയാകുന്ന അമ്മായിയമ്മേ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുന്നത്, അത് ഞാൻ അനുഭവിക്കുവാൻ തയ്യാറാണ്. അതിലേക്ക് ഞാൻ മുമ്പോട്ട് കടന്നു വരാൻ തയ്യാറാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അങ്ങനെ തയ്യാറാണ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ച കുറെ കാര്യങ്ങളാണ് ഇങ്ങോട്ട് സംഭവിക്കുന്നത്. കാരണം ഈ നവോമിയാകുന്ന അമ്മായിയമ്മയെ എത്രത്തോളം അവൾ വിശ്വസിക്കുന്നുവോ, ഈ വിശ്വാസത്തോടെ ദൈവത്തെ അവൾ കാണുകയാണ്. ഈ ദൈവത്തെ കണ്ടിട്ട് ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പറയുന്നു, നിന്റെ ദൈവം തന്നെയാണ് ഇന്നു മുതൽ എന്റെയും ദൈവം. അങ്ങനെ വിളിച്ചു പറയുമ്പോഴാണ് സംഭവിക്കുന്ന കാര്യം. ഒന്നാമത് ഹല്ലേലൂയ, മറ്റൊരാളുടെ വയലിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വയലിൽ, ഇതുവരെ ഹല്ലേലൂയ പരിചയമില്ലാത്ത വ്യക്തികളുടെ നടുവിൽ, അതായത് നാം ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തെ വെച്ചിട്ടൊന്ന് വിലയിരുത്തി നോക്കിക്കേ. ഹല്ലേലൂയ, നമ്മൾ വയൽ അന്വേഷിച്ച് പോകുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, നമ്മുടെ രീതിക്ക് ഒന്ന് ചിന്തിക്കേ. ഒരു ജോലി അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടം തിരിയുക. ആമേൻ. ജോലി ഉള്ളവരാണെങ്കിലോ ഹല്ലേലൂയ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു പല സ്ഥലങ്ങളിലും നമ്മളൊരു പരദേശി കണക്കെ ആയിരിക്കുന്നേ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഇതാ വചനം പറയുന്നു, ഹല്ലേലൂയ, ആ വയലിന്റെ ഉടമസ്ഥൻ തന്നെ നേരിട്ട് വന്ന് ചില വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചില വലിയ ഫേവറുകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ട്? നീ എടുത്ത തീരുമാനത്തെ ദൈവം മാനിക്കാൻ പോകുകയാണ്. ഞാനത് വായിക്കട്ടെ. ഒന്നാമത് വിളിച്ചു പറയുന്നു, പേര് മാറ്റി. ഹല്ലേലൂയ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളെ അവര് റെസ്പെക്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ബോവസ് അവളെ വിളിക്കുക, കേട്ടോ മകളെ. 8ാമത്തെ വാക്യം തുടങ്ങുന്നത് അങ്ങനെ, മകളെ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, നിന്റെ പേര് പോലും അവിടെ ശ്രേഷ്ഠമായി വിളിക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു. അടുത്തത് ഹല്ലേലൂയ, പെറുക്കുവാൻ വേറൊരു വയലിലും നീ പോകേണ്ട. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, വിശ്വാസത്തിനകത്ത് നീ ഇറങ്ങിത്തിരിച്ച് ആ വയലിൽ തന്നെ നിനക്ക് ചില കുറെ നാളത്തേക്കിനു കൂടി ഉള്ള സ്ഥിരതയെ കർത്താവ് കൈമാറി തരാൻ പോകുകയാണ്. അടുത്തത്
ഇവിടം വിട്ട് നീ പോകണ്ട. ഹല്ലേലൂയ, ഇവിടം വിട്ട് നീ പോകണ്ട. കാരണം നിനക്ക് ലഭിക്കേണ്ടുന്ന ആ നന്മകളെല്ലാം ഇവിടെ നിന്ന് ഇന്നു മുതൽ ലഭിക്കാൻ തുടങ്ങുകയാണ്. അടുത്തത്, എന്റെ ബാല്യക്കാരോട് നീ ചേർന്ന് ഇരുന്നു കൊള്ളുക. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഹല്ലേലൂയ, ആ ആയിരിക്കുന്ന സ്ഥലത്തൊരു കൂട്ടായ്മ ലഭിക്കുകയാണ്. ഇത്രയും നാൾ ഹല്ലേലൂയ, ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ മോവാബ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ഇവൾ ഒറ്റയ്ക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ഥലത്ത് അവൾ പരദേശിയാണ്. പക്ഷെ യജമാനൻ വന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ നിനക്കൊരു കൂട്ടായ്മ ഇവിടെ ലഭിക്കാൻ പോകുകയാണ്. നീ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ബോധ്യം അവിടെ കൊണ്ടുവന്ന് തരികയാണ്. അങ്ങനെ എങ്കിൽ ശ്രദ്ധിച്ചു നോക്കണേ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കുഞ്ഞ് നീ എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്തിൽ കൂടെ കാര്യങ്ങളെല്ലാം മാറുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അത് മാറ്റുകയാണ്. അടുത്ത് നോക്കിക്കോണേ, ഹല്ലേലൂയ, അവർ പറയുക, അവർ കൊയ്യുന്ന നിലത്തിൽ ദൃഷ്ടി വെക്കുക. ജോലി ചെയ്യുന്ന മേഖലയിൽ ഹല്ലേലൂയ നീ ദൃഷ്ടി വെച്ച് മുമ്പോട്ട് പോകുക. നിനക്കൊരാപത്തും വരുത്താതെ കർത്താവ് ശ്രദ്ധിക്കുകയാണ്. കർത്താവ് സൂക്ഷിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത കാര്യം പറയുന്നു, ശ്രദ്ധിച്ചു നോക്കണേ, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ശ്രദ്ധിച്ചേ, എടുത്ത തീരുമാനത്തിൽ നീ കടന്നു വന്ന വയലിനകത്തിൽ സംരക്ഷണം ലഭിക്കാൻ പോകുകയാണ്. പലപ്പോഴും ഹല്ലേലൂയ അന്യദേശത്ത് നാം പരദേശികളായി പാർക്കുകയാണ്. ഹല്ലേലൂയ, എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ചോദ്യങ്ങളുടെ നടുവിൽ നിലനിൽക്കുമ്പോൾ കർത്താൻ പറയുകയാണ്, ഞാൻ നിനക്ക് ഇന്നു മുതൽ സംരക്ഷണം തരാൻ കൽപ്പിച്ചിട്ടുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കുന്നതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, ആയിരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ എങ്ങനെ ഞാൻ അതിനെ തരണം ചെയ്യുമെന്ന് വിധി എഴുതിക്കൊണ്ട് മുമ്പോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് വിളിച്ചു പറ, കർത്താവ് എനിക്ക് ശ്രേഷ്ഠതയേറിയ സംരക്ഷണത്തെ കൈമാറി തരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. അത് ഈ ദിവസങ്ങളിൽ അത് ശ്രേഷ്ഠതയേറിയ നിലയിൽ സംഭവിക്കാൻ പോകുകയാണ്. അടുത്ത കാര്യം നോക്കിക്കേ, ദാഹിക്കുമ്പോൾ ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ, അത് ആരും സമ്മതിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ, ഒരു പരദേശിയാകുന്ന ഒരു വ്യക്തിത്വം കടന്നു വന്നാൽ പറയും, നീ ഇറങ്ങി കോരിക്കോ, നിനക്ക് ആവശ്യമുള്ളത് കുടിച്ചു, ഞങ്ങളത് തൊടാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഹല്ലേലൂയ നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവികമായ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ഫേവർ അവിടെ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, നീ അധ്വാനിച്ചിട്ടല്ലെന്നേ, അതിനും അപ്പുറത്ത് ദൈവത്തിന്റെ കരുതൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെടാൻ പോകുന്നെന്നാണ് ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുന്നത്. അടുത്തത് പറയുന്നു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. കാരണം ഹല്ലേലൂയ എന്താ പറഞ്ഞത്? പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്നാ പറയുന്നത്. അപ്പോൾ അധ്വാനിച്ച് കടന്നു വന്നതിനുള്ള പ്രതിഫലങ്ങൾ ഈ നാളുകളിൽ സകലതും നഷ്ടപ്പെട്ടു പോയി ശൂന്യതയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കർത്താൻ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ അത് ഹല്ലേലൂയ പ്രതിഫലം ലഭിക്കുന്ന, കർത്താവിന്റെ ദാസൻ ഡിക്ലെയർ ചെയ്തതുപോലെ, 1-ാം തീയതി ഡിക്ലെയർ ചെയ്തതുപോലെ, ഇത് വർധനവിന്റെ കാലഘട്ടമാണെങ്കിൽ ഹല്ലേലൂയ ഇതുവരെ അതിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു വന്നു നിൽക്കുന്ന ഈ വയലിനകത്ത് എനിക്ക് എന്റെ കർത്താവ് പ്രതിഫലം തന്നു തുടങ്ങുകയാണ്. ഹല്ലേലൂയ അത് ലഭിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് വിശ്വസിക്കുക. അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം, ഹല്ലേലൂയ പൂർണ്ണ പ്രതിഫലം, അതായത് ഹല്ലേലൂയ സകല നന്മയെന്നല്ല പറഞ്ഞത്, പൂർണ്ണ പ്രതിഫലം തരുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയണം, കർത്താവേ ഞാൻ അങ്ങയെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നടുവിൽ മുമ്പോട്ട് കടന്നു വന്നു. അങ്ങനെ മുമ്പോട്ട് കടന്നു വന്ന ഞാൻ ഹല്ലേലൂയ ശൂന്യതയ്ക്കകത്ത് ഇനി കടന്നു പോകത്തില്ല. മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ട് ഹല്ലേലൂയ തലകുനിക്കാൻ എന്റെ കർത്താവിനെ എന്നെ അനുവദിക്കത്തില്ല. എന്നെയോ എന്റെ തലമുറകൾക്കോ വിരോധമായി ചലിക്കപ്പെടുന്ന ഏത് നിയമമായിക്കോട്ടെ അത് ഹല്ലേലൂയയിൽ നിന്ന് മാറിപ്പോകും. എനിക്ക് വേണ്ടി എന്റെ ദൈവം പൂർണ്ണ പ്രതിഫലം തരുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ല. അത് എന്നെ തേടി വരാൻ പോകുകയാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. അത് ഹല്ലേലൂയ ചെറുതല്ല, ചെറിയ കാര്യമല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ വയല് അന്വേഷിച്ച് നടക്കുന്നു, വയല് ലഭിക്കുന്നു. 2 വയലിനകത്തിൽ ഈ നന്മകളെല്ലാം ഉണ്ടാകുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വയലിന്റെ അധിപതിയാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം വിളിച്ചു പറയണം, കർത്താവേ ഞങ്ങൾ ദേശത്ത് പല
ഭവനത്തിലും ഞങ്ങൾ വാടക കെട്ടിടത്തിനകത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ വയലിന്റെ ഉടമസ്ഥതയിലേക്ക്, കർത്താവെ, സ്വന്തമായ ബിൽഡിങ്ങുകളിലേക്ക്, സ്വന്തമായ ഭവനത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് കയറി നിൽക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ്. ആ ഒരു തലത്തിൽ ഈ ദിവസം ഒന്ന് ചിന്തിച്ചിട്ട് വിളിച്ചു പറ, ഹല്ലേലൂയ. കർത്തൻ ആലോചന പറയുന്നു, കർത്താവ് ആലോചന അങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിനനുസരിച്ച് ചുവടുവെച്ച ഹല്ലേലൂയ നിങ്ങളുടെ ജീവിത യാത്രയ്ക്കകത്തിൽ കർത്തൻ പറയുന്നു, യെസ്, പൂർണ്ണ പ്രതിഫലത്തെ കർത്താവ് നിനക്ക് തരാൻ പോകുന്നു. പൂർണ്ണ പ്രതിഫലത്തെ. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്, ദൈവാലയത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് മുമ്പോട്ട് കടന്നു പോകുന്നത്, അവിടെ എല്ലാം കർത്തൻ അത് കാണുന്നുണ്ടെന്നേ. ഹല്ലേലൂയ. അകത്തളത്തിൽ ആ നവോമിയോട് പറ്റിച്ചേർന്ന് ആ വീടിനകത്തിലിരുന്ന് പറഞ്ഞ ആ കാര്യം കർത്തൻ കേട്ടിട്ട്, ആ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് കർത്താവ് വ്യക്തമായ പ്രതിഫലം തന്ന് മാനിക്കുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ എടുത്ത തീരുമാനത്തിനകത്ത് ശ്രേഷ്ഠമായി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സർവശക്തനാകുന്നവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. എസ്തേറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഹദസ എന്ന് പറയുന്ന സാധുവാകുന്ന പെൺകുട്ടിയായിരുന്നു. അവൾ രാജകൊട്ടാരത്തിനകത്ത് കയറി പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കർത്താവ് വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. രാജാവ് അവളെ രാജാവിന്റെ അരികിലേക്ക് വിളിച്ചിട്ടില്ല. പക്ഷെ അവൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് കയറി ചെന്നു. പൊൻചെങ്കോൽ അവൾക്ക് അനുകൂലമായിട്ട് രാജാവ് നീട്ടി എങ്കിൽ, പ്രിയ ദൈവ പൈതലെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം കയറി വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്തൻ പറയുന്നു, ഹല്ലേലൂയ, ചില അധികാരമുള്ള ചില വ്യക്തിത്വങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പൊൻചെങ്കോൽ നീട്ടാൻ പോകുകയാണ്. പൊൻചെങ്കോൽ നീട്ടുന്നത് പോലെയുള്ള ചില കാര്യാദികൾ കർത്താവ് ചെയ്യിക്കാൻ പോകുക. ചില അധികാരികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങൾ, അതിന്റെ നടുവിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വ്യക്തിത്വങ്ങൾ നിനക്ക് അനുകൂലമായി ഫേവറുകൾ ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങൾ. അത് ആരോടോ ഉള്ള വലിയ പ്രവചനമാണ്. അത് ഞാനും സ്വീകരിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് ചില വ്യക്തികളുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കി കർത്താവ് തിരിക്കുന്ന ദിവസങ്ങൾ അത് മുമ്പിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു കാര്യം, ഞാൻ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്ന ഒരു വ്യക്തിയാണ് സക്കായി. മരത്തിൽ കയറി ഹല്ലേലൂയ താനൊരു പ്രവൃത്തി ചെയ്യുകയാണ്. എന്തിന്? യേശുവിനെ കാണാൻ വേണ്ടി സക്കായി മരത്തിൽ കയറി. ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് സക്കായിയുടെ പേര് പറഞ്ഞ് അവനെ താഴെ ഇറക്കി. അവന്റെ വീട്ടിൽ പോയി അവന്റെ പാരമ്പര്യത്തെ പൊട്ടിച്ച്, ഇവിടെ മോവാബ്യ പാരമ്പര്യം പൊട്ടിച്ചെങ്കിൽ സക്കായിയുടെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ മേൽ കിടക്കുന്ന സകല ശാപങ്ങളും പൊട്ടിച്ചിട്ട് അവനെ അബ്രഹാമിയ കുലത്തിലേക്ക്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹത്തിനകത്തിലേക്ക് പിടിച്ചു കയറ്റിയ ഒരു ചരിത്രം. ഹല്ലേലൂയ. ദൈവവേദനെ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി മാറാൻ പോകുകയാണ്. നിന്നിൽ കൂടെ ചില വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശുവിനെ അറിഞ്ഞ സഹോദരി, ഹല്ലേലൂയ, എല്ലും തോലുമായിട്ട് നിൽക്കുന്ന 12 വർഷമായ രക്തസ്രാവക്കാരത്തി സ്ത്രീ, അവൾ ഓടി വന്ന് അവൾ എടുത്തൊരു തീരുമാനമാണ്, ഞാൻ ഓടി വരും, ഞാൻ ഓടിച്ചെല്ലും, അവന്റെ വസ്ത്രത്തെ തൊടും, അവങ്കൽ നിന്ന് ഞാൻ ശക്തി പ്രാപിക്കും, ഞാൻ സൗഖ്യം സ്വീകരിക്കും. അതൊക്കെ അവളുടെ വിശ്വാസമാണ്. ഇത് സംഭവിക്കുമോ ഇല്ലയോ അറിയില്ല. പക്ഷെ അവൾ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ ഓടിച്ചെന്നു. ഒന്ന് ഞാൻ പറയട്ടെ, സൗഖ്യം സംഭവിച്ചില്ലെങ്കിൽ കല്ലെറിഞ്ഞ് അവളെ കൊല്ലും. ഹല്ലേലൂയ. അതാണ് അവിടുത്തെ നിയമം. രക്തസ്രാവക്കാരത്തി സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല. നിയമമെല്ലാം അവൾക്ക് വിരോധമായി നിലനിൽക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, അവൾ ഓടിച്ചെന്നു. യേശുവിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം അവൾ പ്രാപിച്ചിട്ട് അവൾ മാറി നിന്നു. ഹല്ലേലൂയ. ആരും പറഞ്ഞില്ല ഹല്ലേലൂയ നീ ഓടിച്ചെന്ന് ആ തൊട്ട സൗഖ്യമാകുമെന്ന്. ഹല്ലേലൂയ. അവിടെ ഉള്ളിലൊരു വിശ്വാസം, ഞാൻ പോയി തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞ സൗഖ്യം അവൾ എടുത്തോണ്ട് പോവുക. ആമേൻ. അവൾക്ക് വേണ്ടുന്ന സൗഖ്യം അവളങ്ങ് എടുത്തോണ്ട് പോവുകയാണ്. ആ ഒരു തലത്തിൽ ഹല്ലേലൂയ അവിടെ സംഭവിക്കുകയാണ്. പ്രിയ ദൈവവേദനെ, അങ്ങനെയാണെങ്കിൽ
ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്തന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവെ, ഞാൻ എടുത്ത തീരുമാനത്തെ കർത്താവ് മാനിക്കുന്ന ദിവസമാണ് ഈ വരുന്ന മണിക്കൂറുകൾ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ചില അധികാരികൾ ഫേവറബിളായി സംസാരിക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി ചില വ്യക്തിത്വങ്ങൾ അനുകൂലമായി ഇടപെടാൻ പോകുകയാണ്. ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല, ഞാൻ ഭാരപ്പെട്ടു പോകത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞത്, ഒറ്റയ്ക്ക് നിലവിളിച്ചത്, എന്റെ കണ്ണുനീര് മറ്റാരും കണ്ടിട്ടില്ല, സത്യമാണ്. പക്ഷേ ഹല്ലേലൂയ, മോവാബ്യ സ്ത്രീയാകുന്ന രൂത്ത് നവോമിയുടെ കാതിൽ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് അത് ശരിവെച്ചു എങ്കിൽ, ഹല്ലേലൂയ, ആ ഭവനത്തിനകത്തിലിരുന്ന് തീരുമാനിച്ചത് ശരിവെച്ചെങ്കിൽ, സക്കായി എടുത്ത ആ തീരുമാനം അകത്തളത്തിലാണ്, അത് കർത്താവ് ശരിവെച്ചെങ്കിൽ, രക്തസ്രാവക്കാരത്തി എടുത്ത തീരുമാനവും അകത്തളത്തിലാണ്, അതും കർത്താവ് ശരിവെച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ കൈ ചലിക്കപ്പെടും. എന്റെ ദൈവത്തിന്റെ കരം ആ വിഷയത്തിന്റെ മേൽ സൈൻ ചെയ്യുവാൻ വേണ്ടി ചലിക്കപ്പെടും. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഈ വരുന്ന ദിവസങ്ങളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നെഹമ്യാവ് സേഫ് സോണിൽ തന്നെയായിരുന്നു. നെഹമ്യാവിന് നല്ല ജോലി ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലെ പാനപാത്രവാഹകനാണ്. ഹല്ലേലൂയ, ഏറ്റവും നല്ല ജോലിയാണ്. ഹല്ലേലൂയ, അവൻ ഏറ്റവും ശ്രേഷ്ഠമായി പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊട്ടാരത്തിനകത്ത് പട്ടിണിയില്ലാതെ, അല്ലലില്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ വൈറ്റ് കോളർ ജോബിനകത്തിലിരുന്ന ആ മനുഷ്യൻ അവയെല്ലാം ഉരിഞ്ഞു മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനത്തിന്റെ സംരക്ഷണത്തിന് വിരോധമായി കിടക്കുന്ന മതില് തകർന്നു കിടക്കുന്നു. ഹല്ലേലൂയ, അത് ചണ്ടിക്കൂമ്പാരം പോലെ കിടക്കുന്നു, തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോ താൻ വല്ലാതെ കുണ്ഠിതപ്പെട്ട് താൻ ഒരു തീരുമാനമെടുത്തു. ആ എടുത്ത തീരുമാനത്തെ കർത്താവ് മാനിച്ചെങ്കിൽ, ഹല്ലേലൂയ, അവന് വേണ്ടുന്ന സകല കാര്യാദികളും കർത്താവ് ക്രമീകരിച്ച് തന്നു എങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഇന്ന് വിളിച്ചു പറ, ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്താൽ ഞാൻ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. എന്റെ ദൈവത്താൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാ. എന്റെ ദൈവം എനിക്ക് ഞാൻ എടുത്ത തീരുമാനത്തിന് പ്രതിഫലമായി പൂർണ്ണ പ്രതിഫലത്തെ കർത്താവ് തന്ന് മാനിക്കാൻ പോകുകയാണ്. അതിനുള്ള സമയങ്ങൾ വിദൂരമല്ല, അത് എന്നിലേക്ക് കടന്നു വരികയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവിന്റെ കരത്താൽ, ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധിക്കട്ടെ. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്താൽ നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ വയലിന് നമ്മൾ ഉടമസ്ഥതയിലേക്ക് കടന്നു വരും. ചർച്ച് സ്വന്തം ബിൽഡിങ്ങിനകത്തിലേക്ക് പ്രവേശിക്കും. കർത്താവ് പൂർണ്ണ പ്രതിഫലവും ഹല്ലേലൂയ വയലിന്റെ ഉടമസ്ഥതാവകാശവും കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി തന്നു മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിൽ നിന്ന് ഇരിക്കുന്നു. സമയത്ത് അഭിഷിക്കനും സഭയാ കുടുംബത്തിന് എല്ലാവർക്കും വിശേഷാൽ നന്ദി അർപ്പിക്കുന്നു. I bless you in Jesus' name. Amen.